ഗായ്സ് ഞാൻ വെറുതെ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇനി ഇതിനകത്ത് GTA 5 കളിക്കാൻ പറ്റുമോ. GTA 5 കൂട്ടാവത്തില്ലെങ്കിൽ അതുപോലത്തെ ഒരു ഗെയിം പ്ലേ കിട്ടുമോ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ GTA 5 എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. ആദ്യം വന്നത് കണ്ടന്റ് ഡിലീറ്റഡ്. അടുത്തത് നമുക്കിടുന്ന് നോക്കാം. പിന്നെ കുറേ പേര് കമൻ്റ് അയച്ചായിരുന്നു വേറെ സൈസാണെങ്കിൽ പ്രിസൺ എസ്കേപ്പ് വേണമെന്ന്. ബട്ട് ഗൈസ് അതെല്ലാം മൾട്ടിപ്ലെയർ വെച്ച് കളിക്കുന്നതാണ്. എനിക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ ആൾക്കാരൊന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അതിനകത്തെ. ബട്ട് ഈ ഈവിൾ പ്രിസൺ എസ്കേപ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഏതായാലും കാണുന്നതാണ്. ഇതാണ് ഗൈസ് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള ഇതാണ് നമ്മുടെ സിറ്റി. ഫുൾ മാപ്പ് എസ്കേപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് മാപ്പ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാം. എസ്കേപ്പ് അല്ല, തെറ്റിപ്പോയതാണ് ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാം. അത് വലിയതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അതിനകത്ത് ഗണ്ണൊന്നുമില്ലേ? അതുകൊണ്ട് ഇത് ഗണ്ണായിരുന്നു ഗൈസ്. ഇവിടെ വെക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു GTA 5 സമാധാനത്തോടെ കളിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മനെ സമ്മതിക്കത്തുമില്ല. വെടിവെച്ച് തീർത്തേക്കാം ഗൈസ്. ഷോർട്ട് ഗണ്ണേ ഉമ്മാൻ നമ്മളെ കൊന്നില്ല ഗൈസ്. അത് നമുക്കൊരു വലിയ തിരിച്ചടിയായി. ബട്ട് ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. നമ്മളിങ്ങനെയൊക്കെയാണ് പ്രോ ആകുന്നത്. ഗൈസ് അവനെ നമുക്കിന്ന് കൊല്ലണം. അവനെ കൊന്നു ഗൈസ്. അതാണ് ഗൈസ് പ്രതികാരം. പിന്നെ കൊന്നു. അവന്മാരൊക്കെ പ്രോപ്പറാന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊക്കെ ഒന്നുമില്ല. അവനെയാണ് നമുക്കൊന്ന് ഇന്ന് കൊന്നിട്ടേ ഉള്ളു കാര്യം. സ്നൈപ്പർ എടുക്കാതെ നല്ല. ഇവന്മാരുടെ വേറെ തോക്കൊക്കെ ഉണ്ടല്ലോ. നമുക്കെന്താ തോക്കൊക്കെ ഇല്ലാതെ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗായ്സ്. നമ്മളെ കൊന്നിട്ട് എവിടെ നിന്നൊക്കെയാ വെടി വരുന്നേ? എന്നാ ഇനിയും ഫുൾ വയലൻസ് ഗായ്സ്. മര്യാദക്ക് കളിക്കാമെന്ന് വെച്ചാൽ ഉമ്മാനെ സമയത്ത് ഞാൻ ഒരുത്തന്നെ എൻ്റെ കൈ കിട്ടട്ടെ, ഞാൻ ഇപ്പം കാണിച്ചു കൊടുക്കാം. ഇതേടാ യുവന്മാരല്ലേ ഇവിടെ. നമ്മളെ കൊന്നു. എന്നാൽ ഇവനെ നമ്മൾ മുമ്പ് കൊന്നതാ. അവൻ നമ്മളെ റിവെഞ്ച് എടുത്താന്ന് തോന്നുന്നു. സാരമില്ല, നോ പ്രോബ്ലം. യെസ്, ഒരുത്തനെ നമ്മൾ കൊന്നു ഗായ്സ്. അവനും ചത്ത്, നമ്മളും ചത്ത്. എന്താ ഇത്? ഇതൊക്കെയാണ് GTA 5. ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനൊന്നും അല്ല. ഇത് ഫുള്ള് വയലൻസ് ആണല്ലോ. ഇത് ആരും കാണുന്നില്ലല്ലോ. ശരിയാ, ഇങ്ങനൊരു വലിയ മാപ്പ് എക്സ്പ്ലോർ ഒന്നും ചെയ്യാനുമില്ല. ആകെ ഇത്തിരിയേ ഉള്ളൂ. ഇതൊക്കെയല്ലേ ഇതിനകത്തെ രസം. ഏതായാലും നമ്മുടെ പ്രിസൺ എസ്കേപ്പിൻ്റെ അടുത്തൊരു പാർട്ട് വരുന്നതാണ്. ഓ ഗൈസ്, അവന്മാരൊക്കെ പ്രോ പ്ലെയറാണ്. ഈ തോക്കൊക്കെ ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് എനിക്ക് അറിയേണ്ടത്. ഗൈസ്, നമ്മളും കുറേ പേരെ കൊന്നിട്ടുണ്ട്. നമ്മളും ചാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോബ്ലക്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചത്തിട്ടുള്ളതെന്ന് ഇതുവരെ. ഈ മറ്റുള്ള ഗെയിമിനെ കൂട്ടൊന്നുമില്ല. റോബ്ലക്സ് മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ മരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് മരിക്കത്തില്ല. അതിനകത്ത് ഫുള്ള് ഡെഡാ.
ഏതവനാണ് നമ്മളെ കൊന്നേ? ഈ നമ്മളിങ്ങ് സ്പോണായി വരുമ്പം, സ്പോണല്ല, നമ്മളവിടെ വരുമ്പം മൈൻക്രാഫ്റ്റ് കളിച്ച് സ്പോണും നടിയായി പറയുന്നത്. നമ്മൾ വന്നു കഴിയുമ്പം ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറല്ല. ഷീൽഡ് വരുന്നത് ഓക്കെ, ബട്ട് നമുക്ക് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നല്ലതല്ല. അന്നേരം അവർ അത്ര സേഫ് ആയിരുന്നിട്ട് എനിക്ക് ആ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത വീഡിയോ ഇതുപോലൊന്നും അല്ലായിരിക്കും, നല്ല ടാസ്ക് ഉള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്തെടുത്തുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഇതിന് കളിച്ചതാ GTA 5. എൻ്റെ പാർട്ടൊന്നും വരുന്നതല്ല നെക്സ്റ്റ്. എനിക്കിതത്ര ഇഷ്ടപ്പെട്ടില്ല ഈ GTA 5. അതെ, ജസ്റ്റ് ഒന്ന് കളിച്ചെന്നേ ഉള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റോബ്ലക്സിലെ ഒരു GTA 5 അത്രയും ഞാൻ നോക്കിയുള്ളൂ. എനിക്ക് പേഴ്സണലി ഇതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തത് ഏതായാലും ഇതുപോലത്തെ ഒന്നുമല്ല, നല്ലൊരു എസ്കേപ്പിംഗ് വീഡിയോ ആയിരിക്കും. ചിലപ്പം പ്രിസൺ എസ്കേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരിത് നോക്കിയിട്ടുണ്ട്. ഒരു റോബ്ലക്സിലെ തന്നെയാണ്, നല്ലൊരിത് നോക്കിയിട്ടുണ്ട്. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, പ്ലീസ് സബ്സ്ക്രൈബ്.